നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമൊക്കെയാണോ? നമ്മുടെ ഗീവ് അവേ നടക്കുന്ന കാര്യം അറിയാമല്ലോ. ഏറ്റവും ബെസ്റ്റ് കമൻറ്റ് 2290 990. ഇന്നലെ സാരി കാണിച്ചിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഏത് സാരിയാണ് ഗിഫ്റ്റായിട്ട്, അത് അടുത്ത ദിവസം ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഒരു ജൂട്ട് സാരിയാണ്, അതാണ് വിന്നർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കമൻറ്റിനും. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യും. ചിലരെല്ലാം ഇൻഡിവിജ്വലി, ഇപ്പോൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ ഷെയർ ചെയ്യുന്നല്ല, വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം. അതിനകത്തൊരു ഇപ്പോൾ ഉണ്ട്. വാട്സപ്പിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾ 5 മിനിറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഞങ്ങൾ അറിയത്തില്ല. എന്നോട് ചിലർ ചോദിച്ചു, അങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങളുടെ ഒരു സത്യസന്ധത അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ കാണുമല്ലോ നമുക്ക് വാട്സപ്പിൽ, അതിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ ആരെ കൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2290 990 ആ ഒരു റേറ്റ് ഞാൻ കാണിക്കാം കേട്ടോ. സാരി ഇന്നലെ കാണിച്ചായിരുന്നു. ആ സാരിയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. 20-ാം തീയതി വരെയാണ്. 20-ാം തീയതി വരുന്നതിൽ ഏറ്റവും ഇതിൽ നിന്ന് ലോട്ടിട്ടെടുക്കുക കേട്ടോ. ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ നിങ്ങളാകാം, ചിലർ പറയുന്ന പോലെ. അപ്പോൾ ഇന്ന് നമുക്ക് അതിമനോഹരമായ കുറച്ച് സാരീസ് കാണാം. നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സീസൺ, വിഷു, ഈസ്റ്റർ, റമദാൻ ഇങ്ങനെയുള്ള സീസണുകളിലേക്ക്, പ്രത്യേകിച്ചും വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ്. ഈ സാരിയുടെ വൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. സെമി ലിനനാണ് മെറ്റീരിയൽ, സ്റ്റഫ് പോകുന്നത് സെമി ലിനനാണ്. വൈറ്റിൽ ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് പ്രിൻറ്റ് വരുന്ന സ്കാലപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ തന്നെ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വൈറ്റ് വാങ്ങിക്കുക, നല്ലതാണ് വൈറ്റ് തന്നെ. എനിക്കിഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ്. പിന്നെ എനിക്ക് ക്രീമും ഇഷ്ടമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു യെല്ലോയുടെ നേർത്ത് വന്ന് ക്രീമും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. സാൻഡൽ ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം. ഡാർക്കല്ല, സാൻഡലിൻ്റെ ഡാർക്കല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് ചന്ദന കളറ്, അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡ്, അതും അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു വൈറ്റ്. ഇത് ശരിക്കും നമ്മളുടെ കേരള സാരിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാരികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന സാരി. മീൻസ് കളർ മാത്രമേ ഞാൻ പറയുന്നത് കേട്ടോ. കേരള നമുക്കിപ്പോൾ വിഷുവിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ട് ആ പ്രിൻറ്റേ കൂടെ നോക്ക് ഇങ്ങനെ ഒരു മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ഇത് ബോഡിയിലെല്ലാം ഉണ്ട്. ബോഡിയിലുള്ള ആ ബൂട്ടാസിലെല്ലാം, ബൂട്ടാസ് അല്ലെങ്കിൽ ആ ഫ്ലോറലിലെല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. 2 സൈഡിലും സെയിം ആണ്. 2 സൈഡിലും ആ ഒരു സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ മുന്താണി കാണിച്ചു തരാം. മുന്താണി കാണിക്കുന്നതിന് മുന്നേ ഇതുകൊണ്ട് ബ്ലൗസ് ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിനെ കാണിച്ചേക്കാം. ഉണ്ടോ, നല്ല രസമായിരിക്കും. അതാ ഞാൻ പറഞ്ഞ വിഷുവിനും ഈസ്റ്ററിന് പള്ളിയിൽ പോകാനും ഒക്കെ ഉടുക്കാൻ നല്ല സാരി കേട്ടോ. നല്ല ഭംഗിയാണ്. സിമ്പിൾ, നമ്മൾ അങ്ങനത്തേതാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ മീൻസ് പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ സിമ്പിളാണല്ലോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മറ്റേത് ഇട്ടുകൊണ്ടിരുന്ന ആരും വഴക്ക് പറയുമെന്നുള്ളതോ അല്ല, എന്നാലും കൂടുതലും പേരും സിമ്പിളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കേട്ടോ. മുന്താണി എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് മുന്താണി പ്രത്യേകിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി എളുപ്പം ഫ്ലോറൽ ഉണ്ടോ പറഞ്ഞത് കറക്റ്റ് അല്ലേ? മുന്താണി അങ്ങനെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ തന്നെ ആ ഒരു ഫ്ലോറൽ. ഇവിടെയായിട്ടുള്ള പൂക്കളുടെ എണ്ണം ഇച്ചിരി കൂടുതലുണ്ട്. ഇത് ഇങ്ങോട്ട് നടിപ്പിച്ച് കാണിച്ച് ഇത് കണ്ടോ, ഇതേ കൂടെ ഇങ്ങനെ ആ ഒരു ഗോൾഡൻ ത്രെഡ് പോയിരിക്കുന്ന നല്ല ഭംഗിയാണ്. സ്റ്റഫ് എന്ന് പറയുന്നത് സെമി ലിനൻ. അപ്പോൾ വാഷിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കെയർഫുള്ളായിട്ട് ചെയ്യണം. വാഷിംഗ് മെഷീനിൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഇത് ഇപ്പം കളർ ഇളകാനോ കളർ ബ്ലീഡിങ്ങിനോ ഉള്ള ചാൻസ് ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാം, സ്റ്റാർച്ച് ചെയ്യാതെ വേണമെങ്കിൽ ഉടുക്കാം. ലിനൻ അങ്ങനെ എങ്ങനെ വേണം, ചിലർ സ്റ്റാർച്ച് ചെയ്യാതെ ഇടുന്നവരുണ്ട്, ചിലർ സ്റ്റാർച്ച് ചെയ്തിടുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ കെയർഫുള്ളായിട്ട് വാഷ്. ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി ഡൗട്ടുണ്ട്, എണ്ണം കുറവാണോ എന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ളത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനൊക്കെ കണ്ടമാനം ഓർഡർ വരും. പിന്നെ നമുക്ക് ഉത്തരം പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു സാരി ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഒന്ന് കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മറ്റേ ഡിസൈൻ കാണിക്കും. ഒന്നുമില്ല, ഫ്ലോറലിലുള്ള വ്യത്യാസമുള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതാ
ഇത് വേറെ ഒരു സാരി, അടിപൊളിയായിട്ടുള്ള എന്നാൽ വളരെ ബഡ്ജറ്റ് റേറ്റ് ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക് വരുന്ന സാരിയാണ്. കണ്ടോ, ഇതാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ. ഈ മസ്റ്റാർഡ് യെല്ലോ എന്നോട് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്, ഒത്തിരി പേര് മെസ്സേജ് അയച്ചെന്ന് അറിയാം. നമുക്ക് എന്നാ രസമാണ് സാരി. മൽച്ചന്തേരിയുടെ ആ ഒരു ഗ്ലോയുണ്ട്. ബോർഡർ ഇങ്ങനെ വന്നിട്ട് ഒരു ആൻറ്റിക് സെറി ബോർഡർ, രണ്ട് സൈഡിലും ഒരേ ബോർഡർ. കണ്ടോ, എന്താണ് വരുമ്പം ചെയ്യേണ്ടത്? ബ്ലൂ, മഞ്ഞയും പച്ചയും, നല്ല യെല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞ മണ്ടത്തരം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവിടെ നിന്നവർ ശ്രദ്ധിക്കുക. അത് പിന്നെ ഞാൻ നല്ലത് എന്നേനും പറഞ്ഞാൽ കേൾക്കത്തില്ല, മണ്ടത്തരം എന്നേനും പറഞ്ഞാൽ അപ്പം കേൾക്കും കേട്ടോ. മഞ്ഞയും പച്ചയും എന്നാണ് ഉദ്ദേശം. മുന്താണി വരുമ്പം ബ്ലൂ എന്നാണ് പറഞ്ഞത്. ബ്ലൂ അല്ല, പച്ചയാ, ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. പൊട്ടത്തരം പറയുകയും ചെയ്യും, അതുകൊണ്ട് അത് വിളിച്ച് പറയുകയും ചെയ്യും. എന്നാൽ മിണ്ടായിരിക്കണ്ടേ അല്ലേ? ഇത് ഒരു ഗോൾഡ് അല്ല കേട്ടോ ഇത് പോയിരിക്കുന്നത് വീവിങ്, സിൽവറും അല്ല, ഒരു കോപ്പറും അല്ല, അങ്ങനെ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല വിളപിടിപ്പുള്ള സാരി തോന്നും. ഇത് വരും ബ്ലൗസ്, കൂട്ടാസ് വരുന്ന, കൈയുടെ സൈഡിൽ ബോർഡർ വരുന്ന നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു സാരി. നല്ലൊരു ഫീൽ ഗുഡ് എന്ന് തോന്നിക്കുന്ന ഏത് അവസരത്തിനും ഇടാം, ഫങ്ഷനും ഇടാം, ലളിതമായ ചടങ്ങുകൾക്ക് പോലും ഇടാം. അതായത് അത്യാവശ്യം നമുക്ക് ഒരു സെമി തീരെ അങ്ങനെ അല്ലാതെ പോകേണ്ട ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ ഇടാം. ഹെവി ഫങ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതിനുള്ള ഒരു ആക്സസറിയും കൂടെ ഇട്ടാൽ മതി. നല്ല സ്റ്റഫാണ്, ഒന്നും പറയാനില്ല ഈ സാരിയെപ്പറ്റി. ഞാൻ 101% ഗ്യാരണ്ടി തരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ 99% ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും. ഇഷ്ടപ്പെടാത്തവർ കാണിച്ചില്ല എന്ന് 100% ഞാൻ പറഞ്ഞിട്ടില്ല, 99%. അതിൻ്റെ കളേഴ്സാണ് ഇനി മെറൂൺ, മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വരുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും? ഗ്രീൻ അല്ലേ? എല്ലാത്തിനും ഗ്രീനാണോ അറ്റത്ത്? അല്ലല്ലേ, വാടാമുല്ല അല്ലെങ്കിൽ പർപ്പിൾ. ഇതാ ഇതിൻ്റെ അറ്റത്തും ഗ്രീൻ. ബോർഡർ വരുമ്പോൾ ഇങ്ങനെ കേട്ടോ, ബോർഡർ കാണിക്കാതിരിക്കുക. പിന്നെ അങ്ങോട്ട് കൊല്ലേ, നല്ല രസമല്ലേ, നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ ഒന്നും അല്ലാത്ത കൊണ്ടുണ്ടല്ലോ, ഒരു ആൻറ്റിക് സെറി വീവിങ് പോലത്തെ വീവിങ് വരുന്ന കൊണ്ടുണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ്. ബ്ലൗസ് വരുമ്പോൾ ഇത് ബ്ലൗസിന് പ്രത്യേകം ഒന്നുമില്ല, മുന്താണിയുടെ ഏതാണോ കളർ അത് തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ കളർ കേട്ടോ. ഈ കോമ്പിനേഷൻ നോക്കിയേ, ടീൽ ബ്ലൂ വിത്ത് വയലറ്റ്, എന്നാ ഒരു രസമാണ്. നിങ്ങൾ നോക്ക്, കണ്ടോ? നല്ല ഭംഗിയില്ലേ ബ്ലൗസ്? അതേണ്ട ഇത് വളരെ ബഡ്ജറ്റ് റേറ്റ് അല്ലേ? ഈ റേറ്റിന് ഈ സാരി ഞാനതാ പറയുന്നത്, 99% ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതെ പോകത്തില്ല, വർത്താകാതെയും പോകത്തില്ല. ഇതാ രാമാഗ്രി വിത്ത് നേവി ബ്ലൂ. ബ്ലൗസ് ഇതേ, ഇനി മുമ്പേ നമ്മൾ കണ്ടില്ലേ മഞ്ഞയും പച്ചയും, അതിൻ്റെ തിരിഞ്ഞു വന്നു. ഇത്തേ കൂടെ പോയിരിക്കുന്നില്ലേ ഈ? അയ്യോ, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ പോയിരിക്കുന്ന മുഴുവൻ വീവിങ് ആണ്, പ്രിൻ്റ് അല്ല കേട്ടോ. വീവിങ് ആണ് പോയിരിക്കുന്നത്. മുന്താണിക്ക് പോയിരിക്കുന്നതും വീവിങ് ആണ്. പച്ചയും മഞ്ഞയും, മഞ്ഞ ബോർഡറായിട്ട് വന്നു, പച്ച ഇതായിട്ട് വന്നു. നല്ല സാരി.
ഞാൻ ഈ സാരി ഇത്രയ്ക്ക് അങ്ങ് വിചാരിച്ചു, നമ്മളെപ്പോഴും കാണുന്ന മോഡൽ സാരിയാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇത്രയും നൂർത്തി ഇങ്ങനെ ദേഹത്തിട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് മനസ്സിലായത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, മഞ്ഞ പച്ച, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയുടെ കളർ. നല്ല ഈ ബ്ലൗസിൻ്റെ കളറ് ഉറപ്പായിട്ട് നമ്മുടെ സാരി ഉടുക്കുമ്പോൾ നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കും. ഉറപ്പായിട്ട് ഞാൻ പറയാം, നല്ലൊരു കളറാണ് ബ്ലൗസിനെങ്കിൽ തന്നെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് മാത്രം തോന്നുകയാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ലൊരു കളറാണ് ബ്ലൗസിനെങ്കിൽ. ഭയങ്കര അത് സൈസും ഫിറ്റിങ്ങും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. തയ്ച്ച് നല്ല വൃത്തിക്ക് തയ്ച്ചതായിരിക്കണം. നല്ല രസമായിരിക്കും. നേവി ബ്ലൂ വിത്ത് ടീൽ ബ്ലൂ. അടുത്തത് ഒനിയൻ പിങ്ക് വിത്ത് നേവി ബ്ലൂ. നല്ല സ്റ്റഫാണേ, നല്ലൊരു ആ സ്റ്റഫിൻ്റെ വീവിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയാണ്. എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പ് കഴിയാം. ആർക്കും ഈ സാരി ഇഷ്ടപ്പെടാത്തുള്ളത്? ഏതു മനുഷ്യർക്കും ചേരും, ഏത് വണ്ണം, പൊക്കം, പ്രായം, നിറം എല്ലാവർക്കും ചേരും. ബ്ലൗസ് ഇത് വരും. ബ്ലൗസ് ഉണ്ടാ ആ സാരി അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വില എത്ര? 11399. വേറൊരു സാരി കാണിക്കാവേ. ഇതില്ലേ, മുമ്പ് കാണിച്ച സാരിക്ക് ബോഡി പ്ലെയിൻ അല്ലേ, ആ സാരിയുടെ ഒരു സിമിലാരിറ്റി എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്. ഇതും ചന്തേരി തന്നെയാണ് സ്റ്റഫ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ആ മുന്താണിയുടെ സെയിം തന്നെ ബോർഡറായിട്ടും കൂടെ വരും. ഇതിപ്പോൾ വന്നിട്ട് ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ഡിജിറ്റൽ പ്രിൻ്റൊക്കെ ആയിട്ട് നല്ലൊരു സാരി. പ്രിൻ്റ് ചെയ്തേക്കുന്ന പ്രിൻ്റാണോ വീവിങ് സോറി, ഇതൊന്നും പ്രിൻ്റ് അല്ല, ഇതെല്ലാം വീവ് ചെയ്തിരിക്കുന്നത്. ആ പ്രിൻ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ വന്നു. മറ്റേത് പ്ലെയിൻ ആയിരുന്നല്ലോ, അവിടെ ബൂട്ടാസ് അല്ലേ ഉള്ളായിരുന്നു. ഇതിൻ്റെ അങ്ങനെയല്ല, ഫുള്ള് ഓൾ ഓവർ ബോഡി ഈ ഒരു ഡിസൈൻ വന്നു. ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കട്ടെ. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ലല്ലോ, ചോദിക്കാത്ത എന്നാ ബ്ലൗസ് കാണിക്കാത്ത? ഇതേ ബ്ലൗസ് പീച്ച് കളർ തന്നെ, സെയിം തന്നെ ബ്ലൗസ്. പ്ലെയിൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബുട്ട. ബോഡിയിൽ വെച്ച് നിറച്ചും പ്രിൻ്റ് ഉണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡ് പോകുന്ന സൈസ് പ്രിൻ്റ് അല്ല, വീവിങ് ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഇനി അതിൻ്റെ കളർ ചേഞ്ചസ്. നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് അല്ല, എല്ലാം ടോൺ ടു ടോണാണ്. ബ്ലൗസും ആണെങ്കിലും മുന്താണി ആണെങ്കിലും ബോർഡർ ആണെങ്കിലും എല്ലാം ടോൺ ടു ടോണാണ്. സെയിം കളർ തന്നെയാണ്. അതൊരു വ്യത്യസ്തത, ഇതൊരു വ്യത്യസ്തത. ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അടുത്തത് ഇത് ഒരു പായൽ പച്ച എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു കളറ്. ഒലീവിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ് കണ്ടോ. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ബ്ലൗസ് ഇതിൻ്റെ തന്നെ വന്നിട്ട് ബൂട്ടാസ് വന്ന് പ്ലെയിന്. ചിലർക്കാണെങ്കിൽ എല്ലാത്തിൻ്റെ ബ്ലൗസ് കാണണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ പല ആൻസൈറ്റീസ് കാണുമല്ലോ, കാണിച്ചില്ലെങ്കിൽ അത് ഇതാവും. ബ്ലൗസ് സെയിം കളർ തന്നെയാണ്. ബ്ലൗസിന് പ്ലെയിനേ വന്നിട്ട് ബുട്ടായാന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി അടുത്ത കളർ ഗ്രേ കളറിൻ്റെ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇതേ ഗ്രേ കളർ വേണമെങ്കിൽ വാങ്ങിച്ചോ. സാരി മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇതേ. ഈ സാരിയുടെ ഒക്കെ ഫോൾഡിങ്ങിനൊരു സമാധാന ബുദ്ധിയുള്ള ഫോൾഡിങ്ങാണ് അല്ലേ. നമ്മളെല്ലാ കാര്യത്തിലും നമ്മളങ്ങനെ പറയുന്നത് മനുഷ്യരുടെ സ്വഭാവത്തിലാണ്. ചിലർക്കൊരു സമാധാന ബുദ്ധിയുണ്ട്, എന്താ പറയുക, ചിലർ ഇങ്ങനെയല്ല.
സോറി പറ്റത്തില്ല ഇപ്പം. എനിക്ക് സമാധാന ബുദ്ധിയുണ്ട്. അത് എന്നാ പറയുന്നത്, കൂടുതലൊന്നും പറയണ്ട. അത് സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എനിക്കിപ്പോൾ വിശന്ന് ചത്തിരിക്കുവാണെങ്കിൽ ഞാൻ സമാധാനം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തലകറങ്ങി താഴെ കിടക്കത്തില്ലേ? ഇല്ലേ? അതല്ല, ഇന്ന് സാധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണെങ്കിൽ പോട്ടെ, നാളെ ആക്കാമെന്ന് വെക്കണം. നമുക്ക് പ്രയോറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇത് ബോധം വേണം, ബോധം. ഇവിടെ പറയുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ കളർ എന്നാന്നേ, ബേജ് കളറിൻ്റെ ഒരു ഇത് ഈ വന്നേക്കുന്ന ഈ പ്രിന്റ് ഇല്ലേ, അത് പ്രിന്റ് അല്ല, ആ ഡിസൈൻ മൊത്തം വീവിങ് കേട്ടോ. അത് കണ്ടോ, ഇത് മൊത്തം വീവിങ് ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ പ്രിന്റ് അല്ല. നമുക്ക് പ്രിന്റ് ആണെന്ന് തോന്നുമ്പോൾ ഒരു സുഖമില്ലായ്മ ചിലർക്ക് ഫീൽ ചെയ്യും. വീവിങ് സാരി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വീവിങ് സാരി ആയതുകൊണ്ടാണ്, ബോഡിയിൽ അത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 1390. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗീവ് അവയുടെ കാര്യം മറക്കണ്ട. ബെസ്റ്റ് കമൻറ്റ്, സബ്സ്ക്രൈബ്, ഗ്രൂപ്പിലേക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ. എന്നിട്ട് എന്തല്ലോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണേ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്തിട്ടിരുന്നാൽ നമ്മളറിയില്ലല്ലോ. ഈ നമ്പറിൽ തന്നെ അയച്ചു തന്നാൽ മതി. വീണ്ടും പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയേ. വിമൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് കുറച്ച് സാരി കാണിച്ചല്ലോ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണം. അത് മൊത്തം തീർന്നു പോയി. അത് പക്ഷേ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് വേണം 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 എന്ന് പറഞ്ഞ്. ഒരു പക്ഷേ ചിലപ്പോൾ അത് ഇത്രയും ആവശ്യകതയുള്ള സ്ഥിതിക്ക് അതിൻ്റെ കുറച്ച് പീസ് ഞങ്ങൾ കടയിലെ റിഡക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാണിക്കാൻ ശ്രമിക്കാം മാക്സിമം കേട്ടോ. എന്തുകൊണ്ട് വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ചോദിക്കരുത്, മുഴുവൻ തീർന്നു പോയി കേട്ടോ. ഒരൊറ്റ പീസും കൂടെ ഇരിപ്പുള്ളൂ. അത് ഓൺലൈൻ ബുക്കിങ്ങിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, ഏതാ ഉള്ളതെന്ന് പറഞ്ഞു തരും. അപ്പം താങ്ക് യു.